നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടി. പോലീസ് പരിശോധനയിൽ മൂവാറ്റുപുഴയിൽ 8 പേർ പിടിയിൽ. 42 പേരെ ലക്ഷ്യമിട്ടാണ് പുലർച്ചെ മുതൽ പോലീസ് പരിശോധന ആരംഭിച്ചത്. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി കെ മുരളി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വാഴപ്പള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൂരൽ ക്ലാസിൽ നിന്നും സ്മാർട്ട് റൂമിലേക്ക് പുസ്തക പ്രകാശനം നടത്തി. VV ഐസക് എഴുതിയ പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി പുസ്തകം പ്രകാശനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നു. അമ്പലപ്പടി പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തി വാളകം പഞ്ചായത്ത് കമ്മിറ്റി. യൂണിയൻ ഏരിയ സെക്രട്ടറി സജി ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു. വീടിന്റെ താക്കോൽ കൈമാറി. മാത്യു കുഴൽനാടൻ MLA ആണ് താക്കോൽ കൈമാറിയത്. MLA ഫണ്ടും സുമനസ്സുകളുടെ ധനസഹായം ചേർത്താണ് വീടിന്റെ നിർമ്മാണം പണി പൂർത്തീകരിച്ചത്. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് പോലീസ് ആരംഭിച്ച പരിശോധനയിൽ മൂവാറ്റുപുഴയിൽ 8 പേർ പിടിയിൽ. 42 പേരെ ലക്ഷ്യമിട്ടാണ് പുലർച്ചെ മുതൽ പോലീസ് പരിശോധന ആരംഭിച്ചത്. ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടുന്ന സംഘങ്ങളെയും അവരുടെ സഹായികളെയും പിടികൂടാൻ പോലീസ് നടപ്പിലാക്കുന്ന സൈബർ ഹണ്ട് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ആരംഭിച്ചു. 42 പേരെ ലക്ഷ്യമിട്ട് പോലീസ് പുലർച്ചെ മുതൽ നടത്തിയ പരിശോധനയിൽ 8 പേരാണ് നിലവിൽ കുടുങ്ങിയത്. മൂവാറ്റുപുഴ, വാഴക്കുളം, പിറവം, കൂത്താട്ടുകുളം, കല്ലൂർക്കാട്, പോത്താനിക്കാട്, ചോറ്റാനിക്കര, രാമമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെയുള്ള 100ഓളം പോലീസുകാരാണ് സൈബർ ഹണ്ടിന് നേതൃത്വം നൽകുന്നത്. സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്നവരെയും തട്ടിപ്പ് പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ച് ഇതിലേക്ക് എത്തുന്ന പണത്തിന് കമ്മീഷൻ പറ്റുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിന് മൂവാറ്റുപുഴയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്ന സംഭവത്തിൽ നേരത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സമാനമായ വിധത്തിൽ ഒട്ടേറെ അക്കൗണ്ടുകൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പേഴക്കാപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷം വിട്ടയച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ മുരളി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ മുരളി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വാഴപ്പള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി ഏറ്റെടുത്ത ജനകീയ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണമെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇവിടെ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും പോരാട്ടത്തിന്റെയും നാടാണ്. ആ നാട്ടിലേക്ക് ഞാൻ വരുന്നത് യൂത്തായിട്ടാണ്. ഇവിടെ യൂത്തിന്റെ പ്രവർത്തകനായി വരുമ്പോൾ അന്ന് നമ്മുടെ ആശ്രയം മുരളിച്ചേട്ടൻ ഇവിടെ പറഞ്ഞ പോലെ പോക്കറ്റില്ലാത്ത ഷർട്ട്, ഇവിടെ ഒരു ഗോൾഡ് ഇതാളുടെ ഒരു പേന കുത്തി, ഇതാ മുരളിച്ചേട്ടൻ. എത്ര ശാന്തൻ, എത്ര സ്വാധീനൻ, എത്ര വിനയമുള്ളവൻ. ഒരു പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള ഒരു ഭാവവും കാണില്ല. നമുക്കൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം കിട്ടിയാൽ നമ്മൾ ആള് മാറും, അല്ലെങ്കിൽ നമ്മളെ മാറ്റും. അതാണ്. എന്നാൽ മുരളിച്ചേട്ടൻ അന്നും ഒരു സാധാരണ പ്രവർത്തകനെ പോലെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ വളർത്തിയെടുക്കണം, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പെരുമാറണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച നേതാവാണ്. CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി N അരുൺ, മുൻ MLA മാരായ ബാബു പോൾ, എൽദോ എബ്രഹാം, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി EK സുരേഷ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇബ്രാഹിം കരീം എന്നിവർ പ്രസംഗിച്ചു. VV ഐസക് രചിച്ച ചൂരൽ ക്ലാസിൽ നിന്നും സ്മാർട്ട് റൂമിലേക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി പ്രകാശന കർമ്മം നിർവഹിച്ചു.
വിദ്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച VV ഐസക് എഴുതിയ ചൂരൽ ക്ലാസ്സിൽ നിന്നും സ്മാർട്ട് റൂമിലേക്ക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLAയുടെ സാന്നിധ്യത്തിൽ സിറ്റിസൺസ് ഡയസ് പ്രസിഡന്റ് PSA ലത്തീഫിന് കൈമാറി ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി പുസ്തകം പ്രകാശനം ചെയ്തു. ചൂരൽ ക്ലാസ് റൂം എന്ന് പറയുന്നതും സ്മാർട്ട് റൂം എന്ന് പറയുന്നതും അത് രണ്ട് കാലഘട്ടത്തെ, രണ്ട് പ്രവണതകളെ, രണ്ട് രീതികളെ പ്രതിനിധീകരിക്കുന്ന സംജ്ഞകളാണ്, സാങ്കേതിക സംജ്ഞകളാണ്. ഈ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത് ഒരു 1956 നമ്മുടെ കേരള പിറവി 56-ലാണ്. 56 നമുക്കൊരു കാലമായി എടുത്താൽ, ഒരു കാലബിന്ദുവായി എടുത്താൽ, അന്നാരംഭിച്ച് ശ്രീ ഐസക് സാർ ഈ പുസ്തകം എഴുതുന്നതിനാവശ്യമായിട്ടുള്ള അനുഭവങ്ങൾ സമ്പാദിച്ച കാലം, അദ്ദേഹം റിട്ടയർ ചെയ്ത കാലം വരെയുള്ള ആ ഒരു കാലഘട്ടം, അതിൻ്റെ രണ്ട് ബിന്ദുക്കളെ സൂചിപ്പിക്കുന്ന രണ്ട് സവിശേഷ പ്രയോഗങ്ങളാണ് ഈ ചൂരൽ ക്ലാസും സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത്. തുടർന്ന് PS രാജേഷ് പുസ്തകം പരിചയപ്പെടുത്തി. പായിപ്ര നിവാസികളായ നവാഗതരായ കവി മുരളീധരൻ അകത്തൂട്ട്, കഥാകാരൻ പോയാലി സക്കീർ ഹുസൈൻ, കഥാകാരികളായ മിനി വാവച്ചൻ, ബിജിലി പ്രബിൻ എന്നിവരെ വിദ്യയുടെ ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. പായിപ്ര ദമനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൾ സമദ്, VV ഐസക് എന്നിവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. അമ്പലമ്പടി പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തി വാളകം പഞ്ചായത്ത് കമ്മിറ്റി. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രം നിരന്തരം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുക, തൊഴിലാളികൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന NNMS ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വാളകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസായ അമ്പലമ്പടി പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി സജി ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മീങ്കുന്നം സ്വദേശികളായ പരേതരായ ജോളിയുടെയും ആനിയുടെയും മക്കൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. മാത്യു കുഴൽനാടൻ MLAയാണ് താക്കോൽ കൈമാറിയത്. ആരക്കുഴ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായിരുന്ന ആനി വാസയോഗ്യമായ വീടില്ലെന്ന വിവരം MLAയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പെടുന്നനെയുണ്ടായ രോഗാവസ്ഥയെ തുടർന്ന് ആനി മരിച്ചു. ഭർത്താവ് ജോളി നേരത്തെ മരിച്ചു. MLA ഫണ്ടും സുമനസുകളുടെ ധനസഹായവും ചേർത്ത് വീടിന്റെ പണി പൂർത്തീകരിച്ച് നൽകുകയായിരുന്നു. ഓരോ 50,000 രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. പെരുമ്പല്ലൂർ ചെന്തട്ടൽ ഔസേപ്പ് 87 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2:30 പെരിങ്ങഴ സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തപ്പെട്ടു. ഭാര്യ മേരി ആരക്കുഴ എരിശ്ശേരിക്കാട്ടിൽ കുടുംബാംഗം. മക്കൾ ഷിജി, ഷീബ, ഷീന, പരേതനായ ഷിൻഡോ ജോസഫ്, മരുമക്കൾ ബിജു ആടുകുഴിയിൽ മുള്ളരിങ്ങാട്, സിറിയക് താന്നിക്കൽ വഴുത്തല, ജോസഫ് ചക്കാലയ്ക്കൽ, പോളപ്പറമ്പിൽ, കുട്ടമശ്ശേരി, ആലുവ. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.